ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ സംഘർഷം, ഇറാൻ ഇസ്രായേൽ US സംഘർഷം. ഇവർക്കിടയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രശ്നമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി വളർന്ന ഭയവും അധികാര പോരാട്ടവും രാഷ്ട്രീയ വൈര്യവും എല്ലാം ചേർന്ന ഒരു സങ്കീർണ സംഘർഷം. ഇസ്രായേലും US-ഉം ഇറാനെ ആക്രമിക്കുവാനുള്ള ഒരു പ്രധാന കാരണമെന്നത് ആണവശക്തിയാകുവാനുള്ള ഇറാന്റെ അഭിലാഷമാണ്. ഇറാൻ ഒരു ആണവശക്തി ആകുവാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതേസമയം ഒരു സാഹചര്യത്തിലും ഇറാനെ ആണവ ബോംബ് വികസിപ്പിക്കുവാൻ അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപും ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇതിനകം തന്നെ ഒരു ആണവ ബോംബ് വികസിപ്പിക്കുവാൻ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇറാൻ രഹസ്യമായി ഒരു ആണവ ബോംബ് വികസിപ്പിച്ചേക്കാമെന്ന് US-ഉം ഇസ്രായേലും ഭയപ്പെടുന്നു. ഈ കാരണത്താൽ 2025 ജൂണിൽ ഇറാൻ ആക്രമിക്കപ്പെട്ടു. എന്നാൽ പോലും ഇറാൻ ഇവയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചില്ല. ഇറാൻ ഒരു ആണവശക്തിയാകുന്നത് പരിഗണിക്കുവാൻ പോലും കഴിയാത്ത വിധം ഇറാന്റെ ആണവ പദ്ധതിയെ ആക്രമിച്ചുകൊണ്ട് US-ഉം ഇസ്രായേലും അതിനെ പൂർണ്ണമായും നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലും US-ഉം ഇറാനെതിരെ മറ്റൊരു മാരകമായ ആക്രമണം ഇപ്പോൾ നടത്തുന്നത്. ഇറാൻ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ശത്രുക്കളെ പിന്തുണയ്ക്കുന്നു എന്നത് മറ്റൊരു പ്രധാന കാരണമാണ്. ഇറാൻ ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നു. കൂടാതെ 2023-24 ഗാസ യുദ്ധത്തിൽ ഈ ഗ്രൂപ്പുകൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ ആക്രമണം നടത്തിയെന്നതും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനോടുള്ള വിദ്വേഷം വളർത്തുന്നതിനുള്ള മറ്റൊരു കാരണമായി. ഈ വിദ്വേഷങ്ങളെല്ലാമാണ് ഇറാന്റെ സർവ്വശക്തികളെയും വീഴ്ത്തി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ വരെ കൊലപ്പെടുത്തിയത്. ഇതൊരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, ലോകത്തിന്റെ ശക്തി സമത്വം തന്നെ മാറ്റുവാൻ കഴിയുന്ന പോരാട്ടമാണ്. എങ്കിലും സമാധാനത്തിന്റെ പ്രാവ് ലോകത്തിന്മേൽ പറന്നിറങ്ങി ആവസിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.